ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ പിതാവ് തൻ്റെ സ്വർഗീയമായ തേജസ് മക്കളായ നമ്മളിൽ ഓരോരുത്തരിലും നിറയ്ക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയപുത്രൻ്റെ രക്ഷയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും കർത്താവായ യേശുവിനെ മനോഭാവം നമ്മളിൽ രൂപപ്പെടുവാനും അത് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുവാനും ഇടവരുത്തട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യം നമ്മൾ നിറയുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാനും നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സകല ജനത്തിനും വേണ്ടി ഒരുക്കിയ രക്ഷ എല്ലാ മനുഷ്യരും അനുഭവിക്കുവാൻ വേണ്ടി, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടവും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരെ പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമുക്കൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. നമ്മൾ ഓരോരുത്തരും ഈ തിരുസാന്നിധ്യമാണ് തിരിച്ചറിയേണ്ടത്. ഈ തിരുസാന്നിധ്യം അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. പൗലോസ്ലീഹ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവങ്ങളാണ് നമ്മളിലും ഉണ്ടാകേണ്ടത്. യേശുക്രിസ്തുവിന് അനുരൂപപ്പെട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ യഥാർത്ഥ ഛായയും സദൃശ്യവും യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ അതനുസരിച്ച് മാറ്റുകയും ചെയ്യണം. ഈ ഒരു ജീവിത നവീകരണമാണ് പൗലോസ്ലീഹ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതുന്നുണ്ട്: എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പോസ്തലൻ്റെ ജീവിതയാത്ര മുഴുവനും ഈ യേശുക്രിസ്തുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ അനുഭവം, ആ സാന്നിധ്യം മറ്റുള്ളവർക്കുണ്ടാകണം. മറ്റുള്ളവരും യേശുക്രിസ്തുവിൽ നവീകരിക്കപ്പെടണം എന്ന വലിയൊരു ആഗ്രഹത്തോടുകൂടിയാണ് പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷ ജീവിതം മുഴുവനും, ശിഷ്ടകാലം മുഴുവനും ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുകയാണ്, നമുക്ക് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ഉണ്ടാകുക. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഇതാണ് യേശുവിൻ്റെ മനോഭാവം. അപ്പോൾ തന്നെ ഈശോ വിട്ടുകൊടുക്കുന്നത്, തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കുന്നതുകൊണ്ടാണ്. കൊളോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു ആദിജാതനാണ് എന്ന്.
അവൻ അദൃശ്യനായ ദൈവത്തിന് പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അപ്പോൾ യേശുക്രിസ്തു ആദ്യജാതനാണെങ്കിൽ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികളാണ്. കൂട്ടവകാശികൾ എന്ന ഒരു പ്രയോഗം കൂടെ പൗലോസിലെ നടത്തുന്നുണ്ട്. എന്താണ് കൂട്ടവകാശികൾ? പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അതിനെല്ലാം അവകാശികളായി തീരുന്നവരാണ് കൂട്ടവകാശികൾ. അപ്പം നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു നമ്മളെല്ലാവരും പിതാവിൻ്റെ മക്കളാണ് എന്ന്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ അടുക്കൽ വന്ന ആരെ അവഗണിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ അടുക്കൽ വന്ന ഏറ്റവും ദരിദ്രരായിട്ടുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ, പുറന്തള്ളിയവരെ, പാപാവസ്ഥയിൽ കഴിയുന്നവരെ, സമൂഹത്തിൽ യാതൊരുവിധ സ്വാധീനമില്ലാത്തവരെയൊക്കെ ഈശോ തന്നോട് ചേർത്ത് നിർത്തുന്നതിൻ്റെ കാരണം അവരോരോ വ്യക്തിയും പ്രധാനപ്പെട്ടവരാണ് എന്ന് ഈശോ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഈശോയുടെ വലിയ അധികാരത്തിൻ്റെയും ഈശോയുടെ ശക്തിയുടെയും ഈശോയുടെ അത്ഭുത പ്രവൃത്തികളുടെയും ഈശോയിലുള്ള ദൈവികതയുടെയും മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഒരു മനുഷ്യനെയും ഈശോയ്ക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെയും ഈശോയ്ക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശോ അതിനെല്ലാം ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അത് ദൈവിക സ്വഭാവമാണ് ഈശോയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് പൗലോസ്ലീഹ പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെത്തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്നു എന്ന് പറയും. അപ്പോൾ ഒരു മനുഷ്യനെ, ഓരോ മനുഷ്യനെയും വ്യക്തിപരമായിട്ട് എൻ്റെ പിതാവ് സ്നേഹിക്കുന്നുണ്ട് എന്ന നല്ല ഉറപ്പ് ഈശോയ്ക്കുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനം നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഈശോയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ്, ഓരോ വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ ഏകജാതനം നൽകുവാൻ തക്കവിധം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ, ഓരോ മനുഷ്യ വ്യക്തിയെ സ്നേഹിച്ചുവെങ്കിൽ ഈശോയുടെ ദൗത്യം എന്താണ്? ആ പിതാവിൻ്റെ സ്നേഹം ഭൂമിയിൽ ഓരോ മനുഷ്യരുടെ നേരെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈശോയെ കാണിക്കണമെങ്കിൽ ദൈവികതയെല്ലാം കൈവിട്ടുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ, ഒരുപക്ഷെ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതേപോലെ മനുഷ്യകുലത്തെ ഭയപ്പെടുത്തിയ ഒരു വ്യക്തിയിൽ ഈശോയെ പോലെ. എങ്ങനെ? അധികാരം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ഇന്ദ്രജാലം കൊണ്ടല്ല, തൻ്റെ പ്രൗഢി കൊണ്ടല്ല, ഇതേപോലെ നിസ്സാരനായിട്ട്, ഇതേപോലെ നിസ്വനായിട്ട്, ഇതേപോലെ അവഗണിക്കപ്പെട്ടവനായിട്ട്, ഇതേപോലെ ദരിദ്രനായിട്ട് ജീവിച്ച ഒരു ദൈവ വ്യക്തി ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അനേകം ആയിരങ്ങൾ യേശുവിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ സവിശേഷതയാണ്. ഒരുപക്ഷെ ഇന്നും ചിലർ യേശുവിനെ അവഗണിക്കാനുള്ള കാരണവും യേശുവിൻ്റെ ഈ നിസ്സാരതയാണ്. ഒരുപക്ഷെ ആരോ പറഞ്ഞ പോലെ കുരിശിൽ മരിച്ച് തോൽക്കുന്ന ഒരു ദൈവം, കുരിശിൽ പിടഞ്ഞ് മരിച്ച് തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണോ നിൻ്റെ ദൈവം എന്ന് ചോദിക്കുമ്പോൾ അതാണ് എൻ്റെ ദൈവം. ശക്തിയും അധികാരവും ഒക്കെ ഉപയോഗിച്ച് ലോകത്തെയും സമൂഹത്തെയും രാജ്യങ്ങളെയും ഭരിക്കുന്ന ധാർഷ്ട്യതയുള്ള ഒരു ഭരണാധികാരിയല്ല, മറിച്ച് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, അനേകരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് തൻ്റെ ജീവിതം തന്നെ മോചനദ്രവ്യമായി നൽകുവാനുമാണ്. ഈ ഒരു ഈശോ, ഈ ഒരു ദൈവം, ആ ദൈവമാണ് എൻ്റെയും നിൻ്റെയും ദൈവം. അതുകൊണ്ട് സാധാരണ മത ദൈവ സങ്കല്പങ്ങളെയെല്ലാം കടപൊഴുകിക്കളയുന്ന, മാറ്റിമറിക്കുന്ന ഒരു ദൈവ സങ്കല്പമാണ്. അതുകൊണ്ട് പൗലോസ് പറയും ദൈവിക സമാനതയെല്ലാം കൈവിട്ടു. ഇന്നും ഒരുപക്ഷെ നമുക്കറിയാം, ഇന്നും പലരും ഈശോയുടെ അടുക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈശോ ആ ദൈവിക പ്രൗഢിയോടെ വരുവാണെങ്കിൽ അത് വരണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈശോ അങ്ങനെ വന്ന വ്യക്തിയല്ല, അങ്ങനെ വരുന്ന വ്യക്തിയുമല്ല. ഏറ്റവും നിസ്സാരനായിട്ട്, അവൻ്റെ ജനനം ഏറ്റവും നിസ്സാരമായിട്ട്, നമ്മൾ പറയും കാലിത്തൊഴുത്തിൽ ഒരു ശിശുവായി പിറന്നു വന്നു, നിസ്സാരത സൂചിപ്പിക്കാൻ വേണ്ടി. ഈശോയുടെ ജീവിതത്തിൽ എവിടെയാണ് ഈശോ തൻ്റെ പ്രൗഢി കാണിച്ചിട്ടുള്ളത്? ഈശോ തൻ്റെ ദൈവികത അതിൻ്റെ എല്ലാ ഗ്ലോറിയിലും കാണിച്ചിട്ടുള്ളത്? ഒരിടത്തുമില്ല, എല്ലായിടത്തും നിസ്സാരമായിട്ട്. അതുകൊണ്ട് തന്നെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരും അനുഗമിച്ചവരെല്ലാവരും സാധാരണക്കാരോ പാവപ്പെട്ടവരോ ഇല്ലാത്തവരൊക്കെ ആയിരുന്നു.
പ്രിയപ്പെട്ടവർ, അത് ഈശോ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയത്, ഒരു ഓപ്ഷൻ നടത്തിയത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ ദൈവികതയിൽ നിന്നാൽ മനുഷ്യന് തൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ ഭാവത്തിലേക്ക്, മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്നാലോ മനുഷ്യനെ കൂടുതൽ എന്നോട് അടുപ്പിക്കാം. അപ്പോൾ തൻ്റെ അധികാരവും ശക്തിയും ദണ്ഡും ഉപയോഗിച്ച് വേണമെങ്കിൽ കുറേ പേരെ ആകർഷിക്കാമായിരുന്നു എങ്കിലും അതിലേറെ ആളുകളെ ആകർഷിക്കുവാനും അവർക്ക് ഞാൻ കുറേ കൂടെ പ്രാപ്യനായി തീരുന്നത് അവരിൽ ഒരുവനെപ്പോലെ ജീവിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു കാഴ്ചപ്പാടിലാണ് ഈശോ മനുഷ്യൻ്റെ നിസ്സാരതയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നിസ്സാരക്കാരായ, ഒന്നുമില്ലാത്തവരായ, പല രീതിയിലും ഒഴിവാക്കപ്പെട്ടവരായ വ്യക്തികൾക്ക് നമുക്കെല്ലാവർക്കും യേശുവിനെ സമീപിക്കാൻ സാധിക്കും. ഹെബ്രായ ലേഖനം പറയുന്ന പോലെ പാപമൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവൻ നമുക്ക് സമനായിരുന്നു. അതൊഴികെ ബാക്കി എല്ലാ കാര്യവും നമുക്ക് സമനായിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ഈ മനോഭാവമാണ് നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടത് എന്നാണ് പൗലോസ്ലീഹ പറയുക. ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. അപ്പോൾ നമ്മൾ ഈശോയിൽ നിന്നാണ് പഠിക്കേണ്ടത്. എന്താണ് പഠിക്കേണ്ടത്? അതാണ് പൗലോസ്ലീഹ പറയുക, യേശു ക്രിസ്തുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾ പഠിക്കണം. അവൻ ദൈവിക സമാനതയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ നമ്മളിൽ ഒരുവനായി തീർന്നത് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് പരിഗണിച്ചതുകൊണ്ടാണ്. നമ്മൾ ആരുണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കുന്നത്? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട വ്യക്തിയായിട്ട് എന്നെ കാണണം. ഇപ്പം ഞാൻ ഈ ഷാലോമിൽ ഈ ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സ് തോന്നാറുണ്ട്, എന്നെ കേൾക്കും നിങ്ങളെക്കാളും മെച്ചപ്പെട്ട വ്യക്തിയായിരിക്കും ഞാനെന്ന്. അങ്ങനെയുള്ള ചില മനോഭാവം, ചില ദുഷിപ്പുകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള വ്യക്തി ഞാനെന്ന്, നിങ്ങളെക്കാളും അധികാരമുള്ള വ്യക്തി ഞാനെന്ന്, നിങ്ങളെക്കാളും പേരും പ്രശസ്തിയുള്ള വ്യക്തി ഞാൻ എന്ന ഒരു ഭാവമാണ് എന്നിലും നമ്മളിലൊക്കെ പലപ്പോഴും ശക്തിപ്പെടുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഈശോയുടെ മനസ്സ് അങ്ങനെയല്ല. ദൈവാനുഗ്രഹത്താൽ നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി പുന്നത്തറ സാറിൻ്റെ ഇടവകയിൽ കപ്പൂച്ചി മിഷൻ ധ്യാനം നടത്തി കഴിഞ്ഞ മുമ്പത്തെ വർഷം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഇത്രമാത്രം ആഗോള പ്രസിദ്ധനായ ഒരു വചനപ്രഘോഷകൻ, ഒരു നിമിഷം പോലും വെറുതെ കളയാൻ സമയമില്ലാത്ത രീതിയിൽ വിവിധ ശുശ്രൂഷ മൊഴിയ മനുഷ്യൻ. അദ്ദേഹം എൻ്റെ ധ്യാനത്തിന് അവിടെ വന്നത് സാധാരണ വ്യക്തിയെ പോലെ, ഇടവക്കാരനെ പോലെ അവിടെ വന്ന് കസാരയിരുന്ന് ഈ ധ്യാനം മുഴുവൻ കൂടി. അപ്പം അന്നേ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, അങ്ങേപ്പോലുള്ളൊരു വ്യക്തിയുടെ മുമ്പിൽ ഈ വചനപ്രഘോഷത്തിലുള്ള കഴിവൊന്നും എനിക്കില്ല, അങ്ങത്രയോ വലിയ സ്ഥാനമാണ്. എന്നെ അദ്ദേഹം അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റേഞ്ച് എത്ര ഉയർന്നതാണെന്ന് നമുക്കറിയാം. ഈശോ ഈ റേഞ്ച് ഭയങ്കരമായ റേഞ്ചുള്ള വ്യക്തിയാണ്. ദൈവികത അതാണല്ലോ ഏറ്റവും ഹയസ്റ്റ് റേഞ്ച്. അവിടെ താഴേക്ക് വരിക, ഏറ്റവും താഴ്ന്നവനായിട്ട് വരിക. അപ്പം മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി താഴുകയാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തിയെ ഉയർത്തണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ ഞാൻ താഴണം. കാരണം ഞാൻ താഴ്ന്നാൽ മാത്രമേ അവർക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, എന്നെ വലിച്ചു താഴ്ത്തി, എന്നെ അപമാനിച്ചു. നമുക്ക് വലിയ അഭിമാനം തോന്നിയാൽ പോരെ അപമാനിക്കാൻ. വലിച്ചു താത്താൻ കാരണം എന്താ? നമ്മൾ പൊങ്ങിയിരുന്നു കൊണ്ടാണ്. താഴെയാണെങ്കിലും ഇല്ല. അപ്പോൾ ഏറ്റവും ബോട്ടം ലെവലിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് നമ്മൾ രൂപപ്പെടേണ്ടത്. അവിടെ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ തോറ്റവരാണ്. ആർക്കും നമ്മളെ അടിച്ച് വീഴ്ത്താൻ സാധിക്കില്ല, നമ്മൾ വീണവരാണ്. ആർക്കും നമ്മളെ വലിച്ചിടാൻ സാധിക്കില്ല, കാരണം നമ്മൾ താഴെയാണ്. ഈശോ അവിടെ നിൽക്കുന്നത് ഏറ്റവും താഴത്തെ ലെവലിൽ. ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന വ്യക്തിക്ക് ബാക്കി എല്ലാവരും ഉയർത്താൻ സാധിക്കും. ഭർത്താവിനെ ഉയർത്താൻ ഭാര്യയ്ക്ക്, ഭാര്യ ഉയർത്താൻ ഭർത്താവിന്, മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക്, മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ മക്കൾക്ക്. ഇങ്ങനെ പരസ്പരം ഒരു കുടുംബത്തിൽ ആരെല്ലാം താഴ്മയോടെ ആകാൻ ശ്രമിക്കുന്നുണ്ടോ അവർ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശരി മുറിവുകൾ ഉണങ്ങുന്ന അവിടെ വെച്ചാൽ, എന്നെ ഇതുവരെ ആരും ഉയർത്തിയിട്ടില്ല, എന്നെ ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല, എന്നെ ഇതുവരെ ആരും ആദരിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ ആദരിക്കുമ്പോൾ, നിങ്ങൾ ആദരവ് കാണിക്കുമ്പോൾ, നിങ്ങൾ ബഹുമാനം കാണിക്കുമ്പോൾ, നിങ്ങൾ അംഗീകാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ ഉയർത്തുമ്പോൾ അതുവരെയുള്ളവരെല്ലാം മുറിവുകൾ നിങ്ങൾ സുഖപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ കരങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പൊങ്ങച്ചക്കാരും വല്യച്ഛന്മാരും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. കുഞ്ഞച്ഛന്മാർ,
നമുക്കുണ്ട് ഒരു വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ രാമപുരത്തു നിന്ന്. ആ സമൂഹത്തിൽ ഒരു കാലഘട്ടത്ത് ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. സൈസ് കൊണ്ട് മാത്രമല്ല കുഞ്ഞച്ചൻ, ജീവിത ധന്യത കൊണ്ടും അദ്ദേഹം കുഞ്ഞച്ചനായിരുന്നു. മറ്റെല്ലാവരെയും തന്നെക്കാളും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കി. ചിലർ പറയാറുണ്ട്, ഞാൻ വിട്ടുകൊടുത്താൽ അവരെ തലയിൽ കയറി നിരങ്ങും. ചുമ്മാ പറയുന്നത്. ഞാൻ അല്പം ഒന്ന് താഴ്ന്നു കൊടുത്താൽ അവരെ കീഴ്പ്പെടുത്തും. തെറ്റായ ധാരണയാണ്. അധികാരം ഉപയോഗിച്ചും പ്രമാണത്തെ ഉപയോഗിച്ചൊക്കെ ആളുകളെ കീഴ്പ്പെടുത്തുന്നത് ലോകത്തിൻ്റെ നിലപാടാണ്. സുവിശേഷം അതല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ അല്പം കീഴ്പ്പെട്ടെന്നോർത്തുകൊണ്ട്, ഭർത്താവിന് മുമ്പിൽ അല്പം വിധേയപ്പെട്ടെന്നോർത്തുകൊണ്ട്, മക്കളുടെ മുമ്പിൽ അല്പം കുനിഞ്ഞെന്നോർത്തുകൊണ്ട്, സഹോദരൻ മുമ്പിൽ നിങ്ങൾ അല്പം ചെറുതായി ഓർത്തുകൊണ്ട് അവരാരും നിങ്ങളെ കാർന്ന് തിന്നാൻ പോകുന്നില്ല. അവർക്ക് നിങ്ങളെ ഭരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ ഭരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ഈശോയാണ്. കാരണം ഈശോയുടെ രീതിയാണത്. ഈശോ പറയുകയാണ്, ഞാൻ അല്പം വിട്ടുകൊടുത്താൽ ഈ ആൾക്കാരെല്ലാം എന്നെ പിടിക്കും, അല്ല ഇവരെല്ലാം എന്നെ തകർക്കും, ഇവരെന്നെ ഉപദ്രവിക്കും, ഇവരെന്നെ കൊല്ലും. അതുകൊണ്ട് ഇല്ല, ഞാൻ അവരെ ഭരിക്കാം. അതല്ലായിരുന്നു ഈശോയുടെ മനോഭാവം. അവിടെ യേശുവിൻ്റെ മനോഭാവം നിങ്ങളുണ്ടാകണമെന്നാണ് പൗലോസ് പറയുക. മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് പരിഗണിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വന്തം കാര്യമല്ല നോക്കുക. നമുക്കെല്ലാവരും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നൊക്കെ പണ്ടങ്ങൾ പറയാറുണ്ട്. എൻ്റെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ കാര്യം. എന്നാൽ യേശുവിൻ്റെ മനോഭാവത്തിലോ എനിക്ക് കാര്യമേ ഇല്ല, എൻ്റെ കാര്യമല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ കാര്യം അത് മാത്രമേ എൻ്റെ കാര്യമുള്ളൂ. ഇതാണ് ദൈവം ഈശോനെ ഏൽപ്പിച്ച ദൗത്യം. അതുകൊണ്ട് ഈശോ തൻ്റെ എല്ലാവിധ അവകാശങ്ങളെയും തൻ്റെ എല്ലാവിധ അധികാരങ്ങളെയും ഈശോ ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയ? അവകാശമില്ലാത്തവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി, അധികാരമില്ലാത്തവരെ കൊണ്ടുവരുവാൻ വേണ്ടി. വീണ് കിടക്കുന്നവരെ താങ്ങുവാനുള്ള കരങ്ങളാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നിൽക്കുന്നവരെ അടിച്ചു വീഴ്ത്താനുള്ളതല്ല. അത് ലോകത്തിൻ്റെ മനോഭാവമാണ്, യേശുവിൻ്റെ മനോഭാവമല്ല അത്. അപ്പോൾ യേശുവിൻ്റെ മനോഭാവത്തിൽ വളരുന്ന വ്യക്തികൾ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവരുടെ നന്മ കാണുന്ന വ്യക്തികൾ, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവരെ ആദരിക്കുന്ന വ്യക്തികൾ. എന്നെ ആദരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ആദരിക്കില്ല. എന്നെ അവർ ബഹുമാനിച്ചില്ല, ഞാനും ബഹുമാനിക്കില്ല. എന്നോടും മിണ്ടിയില്ല, ഞാനും മിണ്ടില്ല. എൻ്റെ നേരെ നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ നിലപാട്. അത് ലോകത്തിൻ്റെ നിലപാടാണ്, സ്വാർത്ഥപരമായ നിലപാടാണ്. യേശുവിൻ്റെ മനോഭാവം അതല്ല. ഞാൻ ദൈവത്തെ നോക്കിയില്ലെങ്കിലും ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന് അടുത്തുനിന്ന് അകന്നു പോയാലും ദൈവം എൻ്റെ അടുക്കലേക്ക് വരുന്നു. ഈ ദൈവിക സ്വഭാവം, ഈ ദൈവിക മനോഭാവം ആണ് നമ്മൾ രൂപപ്പെടേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ സ്വയം താഴുകയാണ്. ഈശോ പറഞ്ഞു വെച്ചു, ആരെല്ലാം സ്വയം താഴാൻ ശ്രമിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവം ഉയർത്തും. അപ്പോൾ ദൈവമൊക്കെ നമ്മൾ ഉയർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ എനിക്ക് ഉയർച്ച കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ സ്വയം താഴുകയാണ്. ഞാൻ സ്വയം താഴുമ്പോൾ മറ്റുള്ളവരെ ഞാൻ ഉയർത്തുകയാണ്. അങ്ങനെ യേശുവിൻ്റെ മുമ്പിൽ അനേകരെ ഉയർത്തുവാനുള്ള ശക്തിയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. യേശുവിനെ പോലെ മറ്റെല്ലാവരെയും തങ്ങളെക്കാളെ ഉയർന്നവരായിട്ട്, ശ്രേഷ്ഠരായിട്ട്, ആദരണീയരായിട്ട്, ബഹുമാനിതരായിട്ട് കാണുവാൻ, അത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കുവാനുള്ള മനോഭാവം അവർക്കുണ്ടാകുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ഉയർന്നു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. അത് പോവും. പറഞ്ഞതുപോലെ ഊതി വീർപ്പിച്ച ബലൂൺ കണക്കാണ്. ഒരു തട്ട് കിട്ടിയാൽ മതി, പൊട്ടും, തീരും. ദൈവം നമ്മളെ വളർത്തിയാലോ, ദൈവം നമ്മളെ വലുതാക്കിയാലോ അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ വലിയവരായിരിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന് മുമ്പിൽ വലിയവരാകണമെങ്കിലോ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ചെറുതാകണം. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വലിയവരാൻ നിന്നാലോ ദൈവം ചിലപ്പോൾ നമുക്കിട്ട് തട്ട് തരും, അടിച്ച് നമ്മളെ നിലം പരിശാക്കും. കാരണം എന്താ? ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മളതിന് വിട്ടുകൊടുക്കാതെ ആളുകളുടെ വലിയ അംഗീകാരവും ആളുകളുടെ മുമ്പിലുള്ള പേരും ആളുടെ മുമ്പിൽ കിട്ടുന്ന വലിയ പ്രശസ്തിയും അതിനുവേണ്ടിയാണ് നമ്മൾ പരക്കം പായുന്നതെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് യാതൊരു വിലയുമില്ലാതായി തീരുകയാണ്.
അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കേമനാണെന്നും ഞാൻ കേമിയാണെന്നും തെളിയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒത്തിരി വിക്രിയകളുണ്ട്. സമ്പത്ത് കൊണ്ട് വലിയ ആളാകാൻ ശ്രമിക്കുന്നവർ, അധികാരം കൊണ്ട് വലിയ ആളാകാൻ ശ്രമിക്കുന്നവർ, സ്വാധീനം കൊണ്ട് വലിയ ആളാകാൻ ശ്രമിക്കുന്നവർ. എത്ര കാലത്തേക്കുണ്ടാവും അതെല്ലാം എന്നോർക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കാര്യവും, എല്ലാ കാര്യവും അതിവിടെ വച്ച് തന്നെ തീർന്ന് നമ്മളില്ലാതായി തീരും എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇല്ലായ്മയിൽ നിന്നും നമ്മളെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം ശൂന്യനായ യേശുവിനെ പോലെ ആ മനോഭാവത്തിലേക്ക് വളരുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അനേകരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, അനേകരെ നമുക്ക് വളർത്താൻ സാധിക്കും, അനേകരെ നമുക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഒരു വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹമായിരിക്കാം, ആദരവായിരിക്കാം, ബഹുമാനമായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്നത്. എത്ര നിസ്സാരക്കാരാണെങ്കിലും അവരാദരിക്കുന്ന ഒരു മനസ്സ് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ മദർ തെരേസ, സമുദ്രം ഏറ്റവും താഴെക്കടയിലുള്ള രോഗികളായിട്ടുള്ള, അവഗണിക്കപ്പെട്ടിട്ടുള്ള, കുഷ്ഠരോഗികളായിട്ടുള്ള, അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയൊക്കെ എടുത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്ത് മനസ്സാണ് അവർക്കുള്ളത്? എന്ത് കിട്ടിയിട്ടാണ്? എന്ത് നേടാൻ വേണ്ടിയാണ്? ഒന്നും നേടിയില്ല നമുക്കറിയാം. പക്ഷെ ഇന്ന് നേടി ലോകം മുഴുവൻ അവരെ ആദരിക്കുന്നു. സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. എത്രയോ ആളുകളുണ്ട് ആ കാലത്തും അതിനുശേഷം അതിനു മുമ്പും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സ്വാധീനം കൊണ്ടൊക്കെ സമൂഹത്തിൽ വലിയ സ്വാധീനം നടത്താൻ ചെലുത്തിയവർ. ഇന്ന് അവരുടെയൊക്കെ പേരെവിടെ? ഇന്ന് അവരുടെയൊക്കെ സ്ഥാനം എവിടെ? ഇങ്ങനെ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവരായ, ഏറ്റവും വേദനിക്കുന്നവരായ, അവഗണിക്കപ്പെട്ടവരായ ആളുകളോട് ആരെല്ലാം എന്നെങ്കിലും അനുഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, വാത്സല്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ, കരുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് ക്രിസ്തുവൻ എന്ന പേരിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാകട്ടെ അത് എങ്കിൽ അവരെ ദൈവം ബഹുമാനിച്ചിട്ടുണ്ട്, ദൈവം അവരെ ആദരിച്ചിട്ടുണ്ട്, ദൈവം അവർക്ക് വലിയ മഹിമ കൊടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ ഈ മനോഭാവം, അവൻ ഏറ്റവും താഴ്ന്നവനായി, കുരിശുമരണത്തോളം താഴ്ന്നവനായി, ഏറ്റവും അവഗണിക്കപ്പെട്ടവനായിട്ട്, ഏറ്റവും പരിത്യക്തനായിട്ട്, ആകാശവും ഭൂമിയും വേണ്ട എന്ന രീതിയിൽ അതിൻ്റെ മധ്യേ കടന്ന് അവൻ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഇല്ലാതായ അവനെ പൗലോസ് അപ്പോസ്തലൻ പറയാണ് എല്ലാത്തിനുപരിയായിട്ട് ദൈവം ഉയർത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിനും. അപ്പം ഇത്രമാത്രം താന്ന വ്യക്തിയെ പിതാവായ ദൈവം അത്രമാത്രം ഉയർത്തിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനും നീയും എവിടെയെങ്കിലും സ്വയം താഴുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മുമ്പിൽ അല്പം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അല്പം നിസ്സാരരായിട്ട് നമ്മളെ തന്നെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ദൈവം നമ്മൾ ഉയർത്തിയിരിക്കും. മറിച്ച് നമ്മൾ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയും ഭരിച്ചും ഭീഷണിപ്പെടുത്തിയും അടിമപ്പെടുത്തിയും ഉപദ്രവിച്ചും അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ, ഭരിക്കാൻ ശ്രമിച്ചാൽ, നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകും. യേശു ഇന്ന് സകലരാരും ആദരിക്കപ്പെടുകയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ അധിപനായി വാഴുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അത്രമാത്രം താഴ്ന്നു, പാതാളത്തോളം താഴ്ന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും എവിടെയെങ്കിലും ഇങ്ങനെ ചെറുതാകുന്നുണ്ടെങ്കിൽ, എവിടെയെല്ലാം നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠരായിട്ട് നല്ലവരായിട്ട് പരിഗണിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വലിയ ഉയർച്ചയാണ് മനുഷ്യവ്യക്തി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ആവശ്യം. ദൈവം ആ ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നതും. കർത്താവിൻ്റെ ഈ വചനത്തിലൂടെ നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ അവരാരുമാകട്ടെ എവിടെയുമാകട്ടെ നമ്മളെക്കാൾ ശ്രേഷ്ഠമായിട്ട് പരിഗണിക്കുവാനും അംഗീകരിക്കുവാനും ആദരിക്കുവാനും, നമ്മൾക്കുള്ള കാര്യമല്ല അവർക്ക് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ കാര്യമല്ല സ്വന്തം കാര്യം മാത്രമല്ല നോക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യം. അത് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കാം, വീട്ടിലെ അനുദിന കാര്യങ്ങളിലായിരിക്കാം. മറ്റുള്ളവരുടെ നന്മയും അവരുടെ സൗകര്യവും അവരുടെ ഉയർച്ചയും അവരുടെ വളർച്ചയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോഴെല്ലാം കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഉയർച്ചയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പോസ്തലൻ അതിനുവേണ്ടിയാണ് നമ്മളെ ക്ഷണിക്കുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ ആദരിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമ്മളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.